ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. കുറേ ദിവസമായി ഇപ്പം ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടല്ലേ. ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കൽപ്പാത്തിയിലേക്കാണ് യാത്ര കേട്ടോ. പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചേച്ചിയും ഞാനും കൂടെയാണ് ഇപ്പോൾ മുത്തോട്ടൻ്റെ വണ്ടിയിൽ കൽപ്പാത്തിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൽപ്പാത്തിയിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ഒരു വല്യമ്മയെ കാണാൻ പോകുന്നുണ്ട്. അകത്തേത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ആ വല്യമ്മ ഉള്ളത്. ഒത്തിരി പ്രായമായ ഒരു വല്യമ്മ, അമ്മണി വല്യമ്മ. അപ്പോൾ അമ്മണി വല്യമ്മേനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ കൽപ്പാത്തിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ വല്യമ്മേനെ കാണാൻ പോയപ്പോൾ അവിടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ആ വീടിൻ്റെ മുന്നിലെ കാഴ്ചയാണ് ഇത്. ഇവിടെ ഒരു പട്ടിയമ്മ പ്രസവിച്ചിട്ട് കുറേ കുഞ്ഞു മക്കളുണ്ടായിരുന്നു. അപ്പം ഞാനത് വീഡിയോ എടുത്തതാണ്. അവരുടെ വീടിൻ്റെ മുന്നിലായിരുന്നു അത്. അപ്പം ഞാനത് മാത്രമേ അവിടുന്ന് വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. അല്ലാതെ വീട്ടിലെ വല്യമ്മേനെയും അവരെയൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ കൽപ്പാത്തിക്ക് വെച്ച് പിടിക്കാൻ പോവുകയാണ്. ഇതാണ് കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം. അതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വേറെയും ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ ഈ വീഡിയോയിൽ ഈ ഒരു ക്ഷേത്രം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെയാണ് രഥോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളൊക്കെ നടക്കുന്ന ക്ഷേത്രം. ഇത് പടിക്കെട്ടുകൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആണ് അമ്പലത്തിലേക്ക് പോകുക. ഇതിന് കുണ്ടമ്പലം എന്നൊരു പേരും ഈ അമ്പലത്തിനുണ്ട് കേട്ടോ. കുണ്ടമ്പലം എന്നാണ് അവിടെയൊക്കെ അത് പറയുക. അഗ്രഹാരങ്ങളൊന്നും നമ്മുടെ ഈ വീഡിയോയിൽ അധികം കാണുന്നില്ല, കാരണം സ്റ്റാളുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നിൽ ഓരോ സ്റ്റാളുകളാണ്. അപ്പോൾ അഗ്രഹാരങ്ങൾ മാത്രമായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിനി പിന്നൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റാളുകളും ഇവിടുത്തെ രഥങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് കാഴ്ചകളാണ്. അച്ഛന് ഒരു തൊപ്പി നോക്കുകയാണ് ചേച്ചി. അച്ഛൻ ഇങ്ങനെ ഒരു തൊപ്പി വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് ശിവപാർവതിമാർ ഒരുമിച്ചിരിക്കുന്ന വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം. കുറേ ഇയറിങ്സ് കളക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു, പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഞാനിതൊന്നും ഇടാറില്ല, പിന്നെന്തിനാ ചേച്ചി ഇടാറില്ല, അപ്പോൾ പിന്നെ ഒന്നും വാങ്ങിയില്ല. ഒക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്, അതുകൊണ്ട് കണ്ടു, വീഡിയോ എടുത്തു. ഇത് മിഠായി സെക്ഷനാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന മിഠായികളൊക്കെ ഉണ്ട്. ജോക്കര, അതുപോലെ ഓറഞ്ച് മിഠായി, പിന്നെ ജീരക മിഠായി, തേൻ മിഠായി, അങ്ങനെ എന്തൊക്കെയോ കുറേ മിഠായികൾ കണ്ടു.
ഇത് കൽപ്പാത്തി പുഴയാണ് കേട്ടോ, അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ്. ഈ കാണുന്നതാണ് ഒരു തേര്. ഇങ്ങനെ കുറേ തേരുകളുണ്ട്. ഇത് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് ശുഭ ചേച്ചിയാണ്. ശുഭ ചേച്ചി ഒരു ടീച്ചറാണ്. ഇവിടെ കൽപ്പാത്തിയുടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ കാണാൻ വന്നതാണ്. എന്തേ ഇവിടെ ഒരാൾ ചാരി ഇരിപ്പുണ്ടേ, നമ്മുടെ തപാൽപ്പെട്ടി ചേട്ടൻ. ഞാൻ മൂപ്പരെയും വീഡിയോ എടുത്തു കേട്ടോ. കൽപ്പാത്തിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഇവിടെ ഒലവക്കോട് KR ബേക്സിൽ കയറാമെന്ന് പറഞ്ഞു ശുഭ ചേച്ചി. നമുക്ക് അവിടെ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ KR ബേക്സിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഒരു സമോസയും ഒരു കോഫിയൊക്കെ വാങ്ങിച്ചിട്ടോ. ഇത് നമ്മുടെ ഓണിയൻ സമോസയല്ല, നമ്മുടെ പൊട്ടറ്റോ സമോസയാണ്. അതാണ് ഈ ഷേപ്പിലിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണത് കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ടൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞങ്ങിരുന്നു കുറച്ച് നേരം. പിന്നെ ശുഭ ചേച്ചിക്ക് എൻ്റെ ചേച്ചി വരച്ചൊരു ചിത്രം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതും കൊടുത്തു. അപ്പം അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവായി. ശുഭ ചേച്ചിയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി കേട്ടോ. ഇനി നമ്മുടെ സ്വന്തം സാരഥി മുത്തോട്ടനെ കൂടെ കാണിച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യായി. അപ്പം ടാറ്റ ബൈ ബൈ. നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടണം കേട്ടോ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.